റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. റോമർക്ക് എഴുതിയ ലേഖനത്തെ നാം വിശകലനം ചെയ്യുമ്പോൾ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഉപദേശ വിഷയങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 12 മുതലുള്ള വാക്യങ്ങൾ പ്രായോഗിക ജീവിതത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ഉപദേശ വിഷയങ്ങളും അതുപോലെ തന്നെ പ്രായോഗികമായ ജീവിതത്തിലെ വിഷയങ്ങളും യഥാർത്ഥത്തിൽ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയതായിട്ടുള്ള ചില സഭകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ചില സഭകളിൽ ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ട, പ്രായോഗിക വിഷയങ്ങൾ പഠിപ്പിച്ചാൽ മതി, ഉപദേശ വിഷയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭകളെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ അത് പറയുന്നത് എന്ന് അറിയില്ല. കാരണം അത് ആവശ്യമില്ല എങ്കിൽ പിന്നെ ദൈവവചനത്തിൽ അത് നമുക്ക് രേഖപ്പെടുത്തി തരേണ്ടതായിട്ടുള്ള ആവശ്യവുമില്ലല്ലോ. നമുക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവവചനത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാനായിട്ട് പ്രത്യേക കൃപാവരമൊന്നും ആവശ്യമില്ല. നമുക്കുള്ള സാമാന്യ ബോധം, സാമാന്യ ബുദ്ധി തന്നെ അതിന് ധാരാളം മതിയാവുന്നതാണ്. എന്നാൽ മറ്റ് ചില സഭകളിൽ അവർ പഠിപ്പിക്കുന്നത് ഉപദേശ വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി, പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ രണ്ട് നിലയിലും പറയുന്നതായിട്ടുള്ള ആളുകൾ നമുക്ക് ലോകത്തെ കാണാനായിട്ട് കഴിയും. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ആളുകളും ഇങ്ങനെ ഇത് രണ്ടും വേണം, ഉപദേശ വിഷയങ്ങളും അതുപോലെ തന്നെ പത്യോപദേശം, ധർമ്മോപദേശം, ഇത് രണ്ടും വേണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. അത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ 11 അധ്യായങ്ങളിൽ ദൈവം അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യൻ്റെ അവസ്ഥ, അവൻ്റെ പാപാവസ്ഥ, ന്യായപ്രമാണം ലഭിച്ചപ്പോൾ പോലും ഉണ്ടായിരുന്ന അവൻ്റെ നിസ്സഹായ അവസ്ഥ, അതുപോലെ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം, പ്രവൃത്തികളാൽ നീതീകരിക്കാൻ കഴിയപ്പെടാത്ത അവസ്ഥ, പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ തിരഞ്ഞെടുപ്പ്, അവരുടെ സുവിശേഷവും ഇസ്രായേൽ മക്കളും, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാവി എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 11 അധ്യായങ്ങളിലൂടെ നാം പഠിച്ചത്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം നമുക്കറിയാമല്ലോ, ഇങ്ങനെ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പഠന സൗകര്യത്തിന് വേണ്ടി മനുഷ്യൻ അങ്ങനെ തരം തിരിച്ച് അധ്യായങ്ങൾ തിരിച്ച് വെച്ചിട്ടുള്ളതാണ്. അതല്ലാതെ ഒറിജിനലി അതില്ല. ഒരുപക്ഷെ ഒരു വ്യക്തി ഒരു സഭയ്ക്ക് എഴുതുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു എഴുത്താണ് ഇത്. ഒരു എഴുത്തായിട്ടാണ് റോമയിലെ സഭകൾക്ക് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഒരൊറ്റ ഇരിപ്പിൽ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ ദൈവവചനത്തെ മനസ്സിലാക്കുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള മറ്റൊരു സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും 11 അധ്യായങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. മനുഷ്യൻ പാപം ചെയ്ത് അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തോട് മത്സരിച്ച് അവൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യനായി മാത്രം തീർന്നപ്പോൾ ദൈവം തൻ്റെ മനസ്സലിവിൽ അവരുടെ രക്ഷയ്ക്കൊരു മാർഗമൊരുക്കി. അങ്ങനെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുവാൻ ഒരു വഴി ഒരുക്കിയതിന് ശേഷം, വഴി ഒരുക്കിയത് എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സലിവാണ് എന്നുള്ള ആ ദൈവത്തിൻ്റെ മനസ്സലിവ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഈ കഴിഞ്ഞ അധ്യായങ്ങളെ മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനോട് ഇടപെട്ടിരിക്കുന്നത്, മനുഷ്യൻ മാർഗം ഒരുക്കിയിരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. അതുകൊണ്ട് ആ മനസ്സലിവ് ഓർപ്പിച്ച്
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ പ്രായോഗിക വിഷയങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ള മേഖലകളെല്ലാം അത് ക്രമപ്പെടുത്തേണ്ടതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന മനസ്സലിവാണ് എന്നുള്ളത് നാം മറക്കുവാനായിട്ട് പാടില്ല. ദൈവവചനത്തോടുള്ള അനുസരണം എന്ന് പറയുന്നത് ദൈവം എന്നോട് കാണിച്ച മനസ്സലിവിൽ നിന്നും എന്നിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ അത് ഒരു ഭാരമായി തീരുന്നു എന്നുള്ളത് അനേക ആളുകൾക്കും ഒരു പരാതി പോലെ, ഇതൊക്കെ അനുസരിച്ച് ആർക്ക് ജീവിക്കാൻ കഴിയും, ആരൊക്കെ ഉണ്ടങ്ങനെ ജീവിക്കുന്ന ആളുകൾ, നിങ്ങൾ അങ്ങനെയാണോ ജീവിക്കുന്നത്, ഇത് ആർക്കും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദൈവവചനത്തെ ഈ നിലയിൽ ഗൗരവമില്ലാതെ സമീപിക്കുന്ന ആളുകളുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് ഈ ദൈവവചനം ഭാരമുള്ളവയാണ് എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ മനസ്സലിവിനെയോ സ്നേഹത്തെയോ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ ദയയെ, കരുണയെയൊക്കെ ഒരാൾ യഥാർത്ഥമായി മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് അവർക്കൊരിക്കലും ഒരു ഭാരമായി തീരുകയില്ല എന്നുള്ളതാണ്. ശരി, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു ബുദ്ധിയുള്ള ആരാധനയാണ് വിശ്വാസികൾക്ക് വേണ്ടത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ബുദ്ധി ഇല്ലാത്ത ഒരു ആരാധനയും ഒരു പക്ഷേ, അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ പെടാത്തതായിട്ടുള്ള ഒരു ആരാധനയും ഉണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാനായിട്ട് കഴിയും. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ഒരു ആരാധന, ജൈവികമായിട്ടുള്ള ഒരു ആരാധന എന്നുള്ള ഒരർത്ഥത്തിലാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, അപ്പോൾ ഈ ബുദ്ധിയുള്ള ആരാധന എങ്ങനെയാണ് അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ടാണ് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആരാധന എന്ന് പറയുന്നത്. നാം ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വാക്യമാണ്. ക്രിസ്തീയ ലോകത്ത് വളരെ ഏറെ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു വാക്യമാണ് ഈ വാക്യം, 1-2 വാക്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആരാധന, നമ്മൾ സാധാരണഗതിയിൽ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ആരാധനാ യോഗം എന്നാണ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആരാധനാ യോഗം എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ചത്തെ സഭായോഗത്തെക്കുറിച്ചാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞായറാഴ്ച ഉള്ള സഭായോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിലുള്ള സഭായോഗം എന്ന് പറയുന്നത് അതിനെ ആരാധനായോഗം എന്ന് വിളിക്കാനായിട്ട് ദൈവവചനത്തിൽ യാതൊരു വക അനുവാദവുമില്ല. അതൊരു ആരാധനാ യോഗമല്ല. അത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പദമാണ് ഈ ആരാധനാ യോഗം എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുക, ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്. ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. നമ്മുടെ എല്ലാ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ അവയവങ്ങളെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തെ നാം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഒരു അവയവത്തിൻ്റെ മേലും
യാതൊരു അവയവങ്ങളുടെ മേലും നമുക്ക് യാതൊരു വക അവകാശവുമില്ല. കാരണം അത് ഓൾറെഡി ദൈവത്തിന് സമർപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ അതിന് വളരെ പ്രത്യാഘാതങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് വളരെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ്? എൻ്റെ കണ്ണ് ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ് എങ്കിൽ ദൈവം എൻ്റെ കണ്ണ് എങ്ങനെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ ഉപയോഗിക്കുവാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. എൻ്റെ നാവ് ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ നാവ് ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ടാണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെവി, അത് ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് ദൈവഹിതപ്രകാരമല്ലാത്തതായിട്ടുള്ള ഒന്നും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ അവയവങ്ങളും ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ് എങ്കിൽ അത് ദൈവഹിതപ്രകാരമല്ലാതെയുള്ള യാതൊരു ഉപയോഗത്തിനും നമുക്ക് എടുക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ നാം ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ഇരിക്കുന്നതായ ഒരു അവയവത്തെ നാം എടുത്ത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഈ വ്യഭിചാരത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ശരീരങ്ങളെ ഒരു വേശ്യയുടെ അവയവമാക്കി മാറ്റാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരിക്കലും അത് കഴിയുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പിന്നെ ദൈവം വസിക്കുന്നതായിട്ടുള്ള ഒരു ആലയമാണ് നമ്മളുടെ ശരീരം. ദൈവാത്മാവ് വസിക്കുന്നതായിട്ടുള്ള ആലയമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവാത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വസിക്കുന്നത് ത്രിയേക ദൈവം തന്നെയാണ്. ഞാനും പിതാവും അവനിൽ വന്ന് വാസം ചെയ്യും എന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഒരു അവയവവും ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യത്തിനും ഉപയോഗിക്കുവാനായിട്ട് യാതൊരു വക അനുവാദവും നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിലുള്ളതായ എന്തെങ്കിലും ഒന്ന് നാം നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ സ്വത്തിന്മേലുള്ള നമ്മളുടെ കൈകടത്തൽ എന്നുള്ള നിലയിലാണ് അത് ആത്മീകമായിട്ട് വരുന്നത്. അത് യഥാർത്ഥത്തിൽ ശിക്ഷയ്ക്ക് കാരണമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ അവയവങ്ങളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുവാനായിട്ട് പാടുള്ളൂ. നമ്മുടെ നാവ് ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. നമ്മളുടെ ചെവികൾ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ, അനുവാദമുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു മനോഭാവം നമ്മളിലുണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യാഗമായി സമർപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ അവയവങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് അപ്പുറമായിട്ട് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അത് ദൈവത്തിൻ്റെ സ്വത്തിന്മേലുള്ള നമ്മളുടെ കൈകടത്തലാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളും പരിണിത ഫലങ്ങളും ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകാനായിട്ട് പാടില്ല. ഈ യാഗമായി സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ, റോമയിലെ സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ എടുത്താൽ, അവർ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, യേശുവിനെ അവർ കർത്താവായിട്ട് സ്വീകരിച്ചപ്പോൾ അവരുടെ ജീവിതം അവരെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളോടാണ്, അല്ലെങ്കിൽ സഭയോടാണ്, വിശുദ്ധന്മാരോടാണ് ഇവിടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ഒരു ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരിക്കൽ സമർപ്പിച്ചു, ഇനി എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്കൊരിക്കലും പാടുള്ളതല്ല.
പലപ്പോഴും നാം ഓർക്കാറുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് മുതൽ, അല്ലെങ്കിൽ അവൻ്റെ വീണ്ടും ജനനം മുതൽ അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ള ആകെ പരിപാടിയാണ്. അതല്ലാതെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ദിവസത്തെ ഒരു പ്രോഗ്രാം അല്ല മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത്. സുവിശേഷം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. സുവിശേഷം അറിയിച്ചപ്പോൾ മാനസാന്തരവും രക്ഷയും അതുപോലെ തന്നെ വിശുദ്ധ ജീവിതവും എല്ലാം ആ സുവിശേഷത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം ഇതിനു മുമ്പ് നാം പഠിച്ചപ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും ഈ സമർപ്പിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെയും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, തുടർമാനമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമാണ്. 6-ന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. അപ്പോൾ അവിടെയും ഒരു സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിലും നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ. ഇവിടെയൊക്കെ നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഒരിക്കൽ സമർപ്പിച്ചതാണ്, ഇനി അത് ആവശ്യമില്ല, അത് ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. അങ്ങനെയല്ല വചനത്തിൽ നാം കാണുന്നത്. വചനത്തിൽ നാം കാണുന്നത് അത് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് ഒരവസ്ഥ വരുന്നു. അപ്പോൾ നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ? ഞാൻ എൻ്റെ നാവിനെ ദൈവത്തിനൊരു യാഗമായി സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന, അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, കഴിയുകയുള്ളൂ എന്നുള്ള ചിന്ത നമ്മളിൽ വേണം. അത് ചിന്തിച്ച് മാത്രമേ നാം സംസാരിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിപ്പിൻ എന്ന് നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. പറവാൻ നമുക്ക് താമസം ആവശ്യമാണ്. കാരണം പെട്ടെന്ന് കയറി നാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. ദൈവത്തിന് യാഗമായി സമർപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ നാവ് എടുത്ത് നാം ദുരുപയോഗം ചെയ്ത് അതിനെ ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു നിലയിൽ നാം ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് പാടില്ല. പെട്ടെന്ന് സംസാരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നാം തെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം. നമ്മുടെ ഏത് അവയവത്തെ സംബന്ധിച്ചും ഈ ഒരു കാര്യം ഒരു യാഥാർത്ഥ്യമാണ്, ശരിയാണ്. പിന്നെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെ അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ അവയവത്തിന് ചില യോഗ്യതകളും ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് യോഗ്യതകൾ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നമ്മളങ്ങനെ, എന്നാൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിനങ്ങ് സമർപ്പിക്കാം എന്ന് വിചാരിച്ച് നാം സമർപ്പിക്കാനായിട്ട് തുനിഞ്ഞാൽ അവിടെ ഒരു വലിയ ചോദ്യം വരികയാണ്. ഇത് ദൈവം സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു യാഗമാണോ? നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ യാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടു ചെല്ലുന്നതായിട്ടുള്ള മൃഗങ്ങൾക്ക് അത് പുരോഹിതൻ പരിശോധിച്ച് അത് ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഊനമോ കുറവോ മുടന്തോ ഉളുക്കോ ഉള്ള ഒന്നിനെയും യാഗമായിട്ട് അർപ്പിക്കുവാൻ ഒരിക്കലും അനുവാദമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ദൈവത്തിനൊരു യാഗമായി നാം സമർപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ
അതിന് ചില യോഗ്യതകൾ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? അതിന് ജീവൻ ഉണ്ടായിരിക്കണം. ഈ ജീവൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരിച്ച ആള്, ശാരീരികമായിട്ടുള്ള മരിച്ച ഒരാൾ എന്നുള്ള നിലയിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം മരിച്ചയാൾക്ക് പിന്നെ തൻ്റെ അവയവങ്ങളെ സമർപ്പിക്കാനായിട്ടൊന്നും കഴിയുകയില്ല. ദൈവിക ജീവൻ ഉള്ള ഒരു ആളുടെ, അതായത് ദൈവാത്മാവ് വസിക്കുന്ന, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളുടെ അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരം മാത്രമേ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ 6-ാമത്തെ ലേഖനവും 8-ാമത്തെ ലേഖനമൊക്കെ നമ്മൾ 6-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ, 8-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി, ദൈവാത്മാവ് നടത്തുന്നവനത്രേ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടക്കുന്നതായ ദൈവമക്കൾ, അവരിലാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക ജീവൻ നിലനിൽക്കുന്നത്. അല്പജീവനല്ല, സ്വല്പജീവനല്ല, സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉള്ള അവയവങ്ങളെ മാത്രമേ, അല്ലെങ്കിൽ ശരീരങ്ങളെ മാത്രമേ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളൂ. കാരണം ജീവൻ ആണ് ദൈവത്തിന്, ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ജീവനിലൂടെയാണ്, ആ ദൈവിക ജീവനിലൂടെയാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുമാത്രവുമല്ല, ആത്മീയമായിട്ട് മരിച്ച ഒരാൾ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരാളെ ദൈവത്തിന് ഒരു യാഗമായി ലഭിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തിന് സ്വീകാര്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് നാം വരികയും അതുപോലെ തന്നെ ആ സ്വീകാര്യതയിൽ നാം നിലനിൽക്കുകയും വേണം എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ആ ജീവൻ്റെ സമൃദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പറയേണ്ടതായിട്ടുള്ള ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ശരീരങ്ങളെ അനീതിക്കായി, പാപത്തിന് ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ചു എന്ന് വരികിൽ നമ്മളിൽ ആ ഒരു ജീവൻ്റെ അഭാവം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ജീവനുള്ള ഒരു യാഗമായിട്ട് മാത്രമേ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ജീവൻ എന്നുള്ളത് അല്ല, ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യനായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ദൈവിക ജീവനെ സംബന്ധിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധി, ജീവൻ ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധി എന്നുള്ളതിന് ദൈവിക പരിപാടികൾക്കായി വേർതിരിക്കപ്പെട്ട എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാപപങ്കിലമല്ലാത്ത, പാപമില്ലാത്ത എന്നും അതിനർത്ഥമുണ്ട്. ഇത് രണ്ടും ഇവിടെ ബാധകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവിക കാര്യങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം എപ്പോഴും ഒരു വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശരീരത്തെ മാത്രമേ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാം പാപത്തിൽ ജീവിക്കുന്ന, പാപത്താൽ കളങ്കിതരായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം അത് സ്വീകരിക്കുമോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യൻ പിശാചിൻ്റെ മകൻ എന്നാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പിശാചിൻ്റെ മകനിൽ ദൈവിക ജീവൻ ഉണ്ടായിരിക്കുകയില്ല, വിശുദ്ധിയുമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുമ്പോൾ ഈ വേർതിരിക്കപ്പെട്ട എന്നുള്ളതും അതുപോലെ തന്നെ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട എന്നും അതിന് അർത്ഥമുണ്ട്. നാം പാപത്തിൽ അകപ്പെട്ടു പോയാൽ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ നിന്നും അതിനെ ക്ഷമ പ്രാപിക്കാനായിട്ടുള്ള വലിയ സാധ്യതയും, അങ്ങനെ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമകളായി നമുക്ക് ജീവിക്കുവാനായിട്ടും സാധിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദകരമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമല്ല നമ്മളുടെ ജീവിതമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കുക എന്ന് പറയുന്നത് അപ്രസക്തമാണ്. നമുക്കറിയാമല്ലോ, ഹാബേലിൻ്റെയും കയീൻ്റെയും യാഗത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹാബേലിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചു, കയീൻ്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല. അത് അവർ കൊണ്ടുവന്ന യാഗവസ്തുവല്ല അതിന് കാരണമായി തീർന്നത്, അതിൻ്റെ സ്വീകാര്യതയ്ക്ക് കാരണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്നാണ് നാം വായിക്കുന്നത്. കയീനിൽ പ്രസാദിക്കാത്തതുകൊണ്ട് കയീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ട് ഹാബേലിൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതുപോലെ തന്നെ നമ്മളിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ നാം
യാഗമായി നൽകുന്നതായിട്ടുള്ള നമ്മുടെ ശരീരം ദൈവത്തിന് സ്വീകാര്യമാണ്. അല്ല, നമ്മളിൽ ദൈവത്തിന് പ്രസാദവും ഇല്ല എങ്കിൽ അങ്ങനെ ഒരു യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല, ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നമുക്കെതിരായിട്ട് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമല്ലാത്തതായിട്ടുള്ള ഒരു ആലോചനയോ ഒരു വാക്കോ ഒരു സംസാരമോ വരാൻ സാധ്യതയുള്ളൊരു സമയത്ത് നാം അവിടെ ഫ്രഷായിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ നാവിനെ അല്ല എങ്കിൽ എൻ്റെ കണ്ണിനെ, എൻ്റെ ചെവിയെ, എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ ചെവിയെ അല്ലെങ്കിൽ എൻ്റെ നാവിനെ ഞാനൊരു യാഗമായി കർത്താവെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. നിന്റെ ഹിതപ്രകാരമല്ലാത്തതായിട്ടുള്ള ഒന്നും എൻ്റെ നാവിൽ നിന്ന് ഉളവാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരിക്കൽ ചെയ്യുന്ന കാര്യമല്ല, ഒരിക്കൽ ചെയ്ത കാര്യമാണ്, എന്നാൽ അത് തുടർമാനമായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ നാം നമ്മുടെ നാവിനെ ദുരുപയോഗം ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള സംസാരമേ നമ്മളിൽ നിന്ന് ഉളവാകാൻ കഴിയുള്ളൂ, പാടുള്ളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മളിൽ ആ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു ജീവിതം യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നത് വഴിയാണ്. അതല്ലാതെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ആ അവയവത്തിൻ്റെ മേൽ നാം അധികാരം കൈയാളുകയും നമ്മുടെ ഇഷ്ടപ്രകാരം നാം അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സമർപ്പണം എന്ന് പറയുന്നത് ഒരു ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതാണ് രണ്ടാമത്തെ വാക്യം. ഇവിടെ ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളാണ് എന്നുള്ളത് നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ ലോകം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മെ അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ വിശദമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ, വിശദീകരണം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 2:16 ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം എന്ന് ചോദിച്ചാൽ, ജഡമോഹം, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉളവാകുന്നതായ ദൈവഹിതപ്രകാരം അല്ലാത്തതായിട്ടുള്ള മോഹങ്ങൾ. കൺമോഹം, നമ്മുടെ കണ്ണ് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നാം കാണുന്നുണ്ട്, ദൈനംദിനം നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മെ മോഹിപ്പിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ലോകമോഹത്തിൽ വരുന്നതാണ്. അതുപോലെ ജീവനത്തിൻ്റെ പ്രതാപം. നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ആളുകളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അവരുടെ ജഡത്തിൻ്റെ മോഹം, അവരുടെ കണ്ണിൻ്റെ മോഹങ്ങൾ, അവരുടെ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജഡത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ കൺമോഹം എന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ണ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ അവിടെ നാവിൻ്റെ മോഹമെന്നോ ചെവിയുടെ മോഹമെന്നോ കൈയുടെ മോഹമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു അവയവമാണ്. യഥാർത്ഥത്തിൽ ലോകവും നാമുമായിട്ട് ഉള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മളുടെ കണ്ണാണ്. ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ മോഹിക്കാൻ യഥാർത്ഥത്തിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ജലമോഹത്തിൽ യഥാർത്ഥത്തിൽ കൺമോഹം ഉൾപ്പെടുന്നുവെങ്കിൽ തന്നെയും ഈ കൺമോഹം വീണ്ടും എടുത്തു പറയുവാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതൊക്കെ ലോകത്തിൽ നിന്നാണ്, ഇതൊന്നും പിതാവിൽ നിന്നല്ല. അതാണ് അപ്പോസ്തലൻ ഇവിടെ വിശദമാക്കുന്നത്. അപ്പോൾ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത്, നിങ്ങളുടെ കണ്ണിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, ഒരു ജീവനത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഇതൊന്നും പിതാവിൽ നിന്നല്ല, ഇതൊക്കെ ലോകത്തിൽ നിന്നാകുന്നു. അതിനുശേഷം വീണ്ടും പറയുക, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഈ 3 കാര്യങ്ങളാണ് എങ്കിൽ
ആ മോഹമൊക്കെ ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഈ മോഹങ്ങളൊന്നും ഉണ്ടാകുവാനായിട്ട് പാടില്ല. മറിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവേഷം ചെയ്യുക എന്നുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവേഷം ചെയ്യുന്നവനാണ് എന്നേക്കും ഇരിക്കുന്നത്. ഇവിടെ പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ലോകവും അതിൻ്റെ മോഹവും, അല്ലെങ്കിൽ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും, ഇങ്ങനെ ലോകത്തിലുള്ളതായിട്ടുള്ള മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവൻ എന്നേക്കും ഇരിക്കുന്നില്ല. ശരിയല്ലേ? അത് അവർക്ക് എന്നേക്കും ഇരിക്കുന്നില്ല. കാരണം ഈ മോഹം ഒഴിഞ്ഞു പോകും, അവരും അതോടുകൂടി തന്നെ അങ്ങോട്ട് പോകും എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ലോകമോഹങ്ങളൊക്കെ അത്ര ഗൗരവമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നാം ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ളതായിട്ടുള്ള കാര്യമാണ്. ദൈവേഷം ചെയ്യുന്നവന് മാത്രമേ എന്നേക്കും ഇരിക്കുവാനായിട്ട് കഴിയുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ അവയവങ്ങളെ പാപത്തിനോ അനീതിക്കോ പിശാചിനോ ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കുകയില്ല. ദൈവേഷം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നാം എന്നേക്കും ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ദൈവേഷം ചെയ്യുക, അല്ലേ? നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള മോഹം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ച് അത് ചെയ്യുന്നവരായിട്ട് ഇരിക്കുവിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവേഷ്ടവുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. ജഡത്തിന് ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു ഇഷ്ടമുണ്ടാകുമ്പോൾ ആ ജഡത്തെ, അതല്ല എങ്കിൽ ആ ഒരു അവയവത്തെ നാം അപ്പോൾ തന്നെ യാഗമായി ദൈവത്തിന് അങ്ങ് സമർപ്പിക്കണം. ദൈവമേ, ഇത് എൻ്റെ ഈ അവയവം ഞാൻ അങ്ങേക്ക് യാഗമായി സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടല്ല, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എൻ്റെ ഈ അവയവത്തെ ഞാൻ യാഗമായി സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അനുരൂപരാകാതെ ഇരുന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഇപ്പോൾ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ദൈവേഷം എന്താണ് എന്നറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പല ആളുകളും പല വഴികൾ തേടും. ചിലർ അവരുടെ പാസ്റ്റർമാരെ സമീപിക്കും, ചിലർ മറ്റവരുടെ കൂട്ടുകാരോട് ചോദിക്കും, ചിലർ ബൈബിള് കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു പേജ് തുറന്ന് അവിടെ ഏതെങ്കിലും ഒരു വാക്യത്തിനായിട്ട് തിരയും. അങ്ങനെയൊക്കെയാണ് ഇന്ന് ദൈവേഷം ചെയ്യുന്നത്. അതല്ല എങ്കിൽ സ്വന്തം ഇഷ്ടം അങ്ങ് തീരുമാനിച്ചതിന് ശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത് ദൈവേഷമാണ് എന്നങ്ങ് പ്രഖ്യാപിക്കും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവേഷം കണ്ടുപിടിക്കുന്നതിന് ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം നമ്മളുടെ മനസ്സ് പുതുങ്ങി കർത്താവിനോട് സാദൃശ്യപ്പെട്ടു വന്നിട്ടുണ്ടോ അത്രത്തോളം ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മളിൽ യാതൊരു രൂപാന്തരവും ഇല്ല എങ്കിൽ നാം ദൈവഹിതം തിരിച്ചറിയുന്നവരോ അത് ചെയ്യുന്നവരോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ഇന്ന് ഒരു ആവറേജ് നിരീശ്വരവാദിയിലോ അല്ലെങ്കിൽ ഒരു ആവറേജ് അഭക്തനിലോ ഉള്ള നിലവാരം പോലും ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളിൽ ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ദൈവേഷ്ടം എന്താണെന്നുള്ളത് അവർക്കറിയുവാനായിട്ട് കഴിയുകയില്ല. അവർ ചെയ്യുന്നതൊക്കെ സ്വന്തം ഇഷ്ടമാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അതിനെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അവർക്കൊരിക്കലും
നിത്യമായ സൗഭാഗ്യങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവഹിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. നന്മ, പ്രസാദം, പൂർണ്ണത, അത് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിൽ ശരിതെറ്റുകളെ തമ്മിൽ വേർതിരിക്കുന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ശരി, ഇതാണ് ശരി, ഇതല്ല ശരി, മറ്റതാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ നമുക്ക് സമൂഹത്തിൽ ധാരാളം കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ സഭകളിലും അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരികൾ പലതുണ്ട്. എന്നാൽ ഈ പല ശരികളിൽ ഒരു ശരി തിരഞ്ഞെടുക്കുവാനായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഒരു ശരിയുണ്ട്. അത് ഓരോ സാഹചര്യത്തിലും അത് വ്യത്യാസമാണ്. അത് അവിടെയാണ് ദൈവാത്മാവ് നമ്മെ നടത്തുന്ന, നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ നിർദ്ദേശങ്ങളെ നാം പരിഗണിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. പലപ്പോഴും നമ്മൾ ഉപരിപ്ലവമായ ശരികളുടെ പിന്നാലെ പോകുന്നവരാണ്. നമ്മളുടെ ദൃഷ്ടിയിൽ ശരിയാണെന്ന് തോന്നി പലപ്പോഴും അത് ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ ശരി ചെയ്യാനല്ല, ഏറ്റവും ശരി ആ സാഹചര്യത്തിൽ എന്താണോ അത് ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരി എന്ന് പറയുന്നത് ഏറ്റവും ശരിയുടെ ശത്രുവാണ് എന്ന് നമുക്കറിയാമല്ലോ. ഏറ്റവും ശരി ചെയ്യേണ്ട സ്ഥാനത്ത് നാം ശരി ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് അവകാശമുള്ളൊരു കാര്യമേ അല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് അപ്പസ്തോലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നതായിട്ടൊരു കാര്യം, ദൈവത്തിന് നമ്മളുടെ എന്തെങ്കിലും ചില പ്രവൃത്തികളെ അല്ല വേണ്ടത്, നമ്മളിൽ നിന്നുളവാകുന്ന പ്രവൃത്തികളെ അല്ല വേണ്ടത്, നമ്മളെ തന്നെയാണ് ദൈവത്തിന് വേണ്ടത്. നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി അതാണ് നമ്മളിലൂടെ പ്രവൃത്തികളായിട്ട് വെളിപ്പെട്ടു വരേണ്ടത്. സർവശക്തനായ ദൈവം നമ്മെ ഈ കാര്യങ്ങളിൽ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.